ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 1 ആണ്. സോ ഈ സീരീസിൽ മൊത്തത്തിൽ 366 എപ്പിസോഡ്സ് ഉണ്ട്. സോ അതിൻ്റെ അകത്തിലെ 45% ഫില്ലർ എപ്പിസോഡ്സ് ആണ്. ഫില്ലർ എപ്പിസോഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, കാരണം അതിന്റെ ആവശ്യമില്ല. ഈ സീരീസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇതിനകത്തിൽ 2 തരത്തിലുള്ള സോൾസസ് ഉണ്ട്, നല്ല സോളും അതുപോലെ തന്നെ പന്ന സോൾസും. ഈ പന്ന സോൾസിനെ വിളിക്കുന്നതാണ് ഹോളോസ്. ഈ ഹോളോസിനെ കൊല്ലാൻ വേണ്ടിയുള്ള ആൾക്കാരെ പറയുന്നതാണ് സോൾ റിപ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഈ സീരീസ് കാണാൻ സാധിക്കും. ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള എപ്പിസോഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ. സോ ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കുന്നതിന് കാണിക്കുന്നത് ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ നിഴലിൽ നിന്ന് എന്തോ ഒരു സാധനം മേലോട്ട് പൊങ്ങിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആ സാധനം ഒരു സിറ്റിയിലോട്ട് വീഴുന്നതാണ്. നോക്കുന്ന സമയത്ത് അത് വേറൊന്നുമല്ല, അതൊരു ഹോളോ ആയിരുന്നു. നോക്കുന്ന സമയത്ത് അവിടെ ലേഡിയായിട്ടുള്ള ഒരു സോൾ റിപ്പർ നിപ്പുണ്ട്. ആ ലേഡി പറയുകയാണ്, എനിക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സിറ്റിയിലോട്ട് എടുത്തങ്ങ് ചാടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഇച്ചിഗോ കുറോസാക്കിയാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു 15 വയസ്സുള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് ആണ്. അവിടെ സ്കേറ്റിംഗ് ചെയ്യാൻ വന്ന ആൾക്കാരുമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു പെൺകുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വേണ്ടി നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവിടെ കുറച്ച് പൂ വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന ഇച്ചിഗോ കാണുന്നത് ഇവരെല്ലാവരും ആ പൂ മറിച്ചിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവർ അടി ഉണ്ടാക്കുന്നത്. അതിലുള്ള ഒരുത്തരെ നമ്മുടെ ഇച്ചിഗോ വാരിക്കോരി അടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ വളരെയധികം പേടിച്ചിട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ ചോദിക്കുകയാണ്, നിനക്കൊക്കെ ഈ പൂ കണ്ടിട്ട് എന്തായിട്ടാണ് തോന്നുന്നത്? ആ നടുക്ക് നിൽക്കുന്നുണ്ടല്ലോ, നീ ആൻസർ പറ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇവിടെ മരിച്ചു പോയിട്ടുള്ള ആ കുട്ടിക്ക് വേണ്ടി ഇവിടെ പൂ വെച്ചതാണെന്ന്. കുട്ടിയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയാണ്. നീയൊക്കെ ഇങ്ങനെ ചെയ്താ നിന്റെയൊക്കെ മണ്ടക്കായിരിക്കും ഞാൻ പൂ വെക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ഇച്ചിഗോ പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ അവർ 3 പേരും അവിടെ നിന്ന് പേടിച്ചോടി പോവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ പെൺകുട്ടിയുടെ ആത്മാവ് വന്നിട്ട് നമ്മുടെ ഇച്ചിഗോയ്ക്ക് താങ്ക്സ് പറയുന്നു. നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരു കഴിവുണ്ട്, ഇങ്ങനത്തെ ആത്മാവുകളെയൊക്കെ കാണാൻ സാധിക്കും. വളരെയധികം നന്ദിയുണ്ട്, എനിക്കിനി കുറച്ചു നേരമെങ്കിലും സമാധാനത്തോടെ കിടക്കാൻ സാധിക്കുമെന്ന് ആ പെൺകുട്ടിയുടെ ആത്മാവ് പറയുന്നു. എനിക്ക് ഇതെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ, ഞാൻ നിനക്ക് വേണ്ടി നാളെ പൂ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് പോകുന്നു. നേരെ എഴുന്നേറ്റ് നിന്നിട്ട് അവന്റെ അച്ഛനോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് ഒരു മകനെ വീട്ടിനകത്തിലോട്ട് കയറ്റുന്നത്? അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ വളരെയധികം പേടിച്ചിട്ട് നമ്മുടെ ഇച്ചിഗോടെ ഒരു അനിയത്തി പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് അടി നിർത്തിയിട്ട് ഇവിടെ വന്നിട്ട് ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ ഈ ആഹാരം പെട്ടെന്ന് തന്നെ തണുത്തു പോകുമെന്ന്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇച്ചിഗോടെ രണ്ടാമത്തെ അനിയത്തി വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇതൊക്കെ എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന സംഭവമല്ലേ എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ അച്ഛനെ അടിച്ച് തറയിലിടുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോയുടെ പുറകിൽ ഒരു പുതിയ ആത്മാവ് വന്ന് നിൽക്കുകയാണ്. ഇച്ചിഗോ നിന്റെ പുറകിൽ ഒരാളും കൂടെ ഉണ്ടെന്ന് അവന്റെ അനിയത്തി പറയുന്നു. ഇതേ സമയം തന്നെ കൊച്ചനിയത്തിയായിട്ടുള്ള യൂസു ചോദിക്കുന്നു, കഴിയും നിനക്ക് ആ ആത്മാവിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് അവൾ പറയുന്നു, എനിക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ യൂസു അങ്ങ് ഇല്ലാതായി പോവുകയാണ്. എനിക്ക് തരാനെന്ന് പറഞ്ഞ് നമ്മുടെ ഇച്ചിഗോ പറഞ്ഞു വരുന്ന സമയത്തായിരുന്നു അവന്റെ അച്ഛൻ ചാടി വന്നിട്ട് നമ്മുടെ ഇച്ചിഗോനെ മറിച്ച് തറയിലിടുന്നത്. എന്നിട്ട് അവർ രണ്ടുപേരും വീണ്ടും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടും നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ അച്ഛനെ അടിച്ച് തറയിലിട്ടിട്ട് എനിക്ക് ഇന്ന് ഡിന്നർ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവിടെയുള്ള 2 അനിയത്തിമാരും, ഈ അച്ഛ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നിങ്ങൾ ഒറ്റൊരുത്തം കാരണമാണ് ഇച്ചിഗോ ഇപ്പോൾ ആഹാരം കഴിക്കാതെ മേളിൽ പോയെന്ന് ആ 2 അനിയത്തിമാരും പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ കുറിച്ച് കുറ്റം പറയുന്നു എന്ന് പറഞ്ഞിട്ട് വളരെയധികം വിഷമിച്ച് അവരുടെ അച്ഛൻ ഓടിപ്പോയിട്ട് മരിച്ചുപോയ അവരുടെ അമ്മയുടെ ഫോട്ടോയിൽ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു ട്രെയിൻ സ്റ്റേഷന്റെ അടുത്ത് എന്തോ ഒരു പൊട്ടിത്തെറി നടക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചെന്ന് അവിടെ ആർക്കും അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റ് വന്ന് ഇച്ചിഗോ ഈ ന്യൂസ് ടിവിക്കകത്ത് കാണുന്നുണ്ട്. നമ്മുടെ ഇച്ചിഗോ വളരെയധികം പേടിക്കുകയാണ്, കാരണം നമ്മുടെ ഇച്ചിഗോയുടെ വീടിന്റെ അടുത്താണല്ലോ ഈ സംഭവം നടന്നത്. നമ്മുടെ ഇച്ചിഗോ തിരിച്ച് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ഇച്ചിഗോ ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂ കൊണ്ട് തരാമെന്ന്. അതിന് ആ പെൺകുട്ടിയെ നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും പെൺകുട്ടിയില്ല. എന്നാൽ ഇതേ സമയമായിരുന്നു അവിടെ വീണ്ടും ഒരു പൊട്ടിത്തെറി നടക്കുന്നത്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഹോളോ ഉണ്ട്. ഇന്നലെ കണ്ട പെൺകുട്ടിയെ അവിടെ കാണുന്നുണ്ട്. ഓടിക്കോ എന്ന് ആ പെൺകുട്ടി പറയുന്നു. ഇതെന്ത് സാധനമാണെന്ന് ഇച്ചിഗോ ചോദിക്കുന്നു. നമ്മുടെ ഇച്ചിഗോയ്ക്ക് അതുവരെ ഒരു പൂമ്പാറ്റ പോകുന്നത് പോലെ തോന്നുന്നു. നോക്കുന്ന സമയത്ത് അതൊരു പൂമ്പാറ്റയല്ലായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടേ ആ ലേഡി സോൾ റിപ്പർ ആയിരുന്നു. ഓടി വന്നിട്ട് വളരെയധികം സിമ്പിളായിട്ട് തന്നെ ആ ഹോളോനെ അങ്ങ് വെട്ടി വീഴ്ത്തുന്നിട്ട് അവിടെ നിന്ന് ആ സോൾ റിപ്പർ പോവുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. കാണിക്കുന്നത് രാത്രിയാണ്. ആ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ
ഇച്ചിഗോ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയമായിരുന്നു രാവിലെ കണ്ടതുപോലെ ആ ചിത്രശലഭത്തിനെ കാണുന്നത്. നോക്കുന്ന സമയത്ത് അതൊരു ചിത്രശലഭമല്ലായിരുന്നു, രാവിലെ കണ്ടേ ആ സോൾ റിപ്പർ ആയിരുന്നു, ആ ലേഡി സോൾ റിപ്പർ. ഇവരെ കണ്ടുടനെ തന്നെ നമ്മുടെ ഇച്ചിഗോ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഇച്ചിഗോ വളരെയധികം പേടിക്കുകയാണ്. ഇച്ചിഗോ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ഇച്ചിഗോയ്ക്ക് ദേഷ്യം വന്നതുകൊണ്ട് തന്നെ ആ ലേഡിയുടെ ചന്തിക്കിട്ടൊന്നും കൊടുക്കുകയാണ്. ലേഡി മൂട് പിടിച്ച് താരെ വീഴുകയാണ്. ഇച്ചിഗോ പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മുറിക്കകത്ത് കയറാതെ എന്നോട് സംസാരിക്കാതിരിക്കും. നിനക്കെങ്ങനെ എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ആ സോൾ റിപ്പർ ആയിട്ടുള്ള ആ ലേഡി പറയുന്നു. ഇതേ സമയത്ത് തന്നെ ആ ലേഡി ഓടി വന്നിട്ട് നമ്മുടെ ഇച്ചിഗോയുടെ മുഖത്തൊക്കെ തൊട്ട് നോക്കുകയാണ്. നീ ഒരു നോർമൽ മനുഷ്യനാണ്, പിന്നെ നിനക്കെങ്ങനെ ഞങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ആ ലേഡി ചോദിക്കുന്നു. നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, നോർമൽ ഹ്യൂമൻസിനൊന്നും സോൾ റിപ്പേഴ്സിനെ കാണാൻ സാധിക്കത്തില്ല. ഇതൊക്കെ കേട്ട് വളരെയധികം ദേഷ്യം വന്ന് ഇച്ചിഗോ ആണെങ്കിൽ ആ ലേഡി സോൾ റിപ്പറിനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അവരാണെങ്കിൽ വളരെയധികം ഈസി ആയിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ തലക്കിട്ടൊരു ചവിട്ട് കൊടുത്തിട്ട് താഴെ ഇടുകയാണ്. സത്യം പറ, നിങ്ങൾ ശരിക്കും ആരാന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്നു. ഞാനൊരു സോൾ റിപ്പറാണ്. നീ രാവിലെ ഒരു മോൺസ്റ്ററിനെ കണ്ടില്ലേ, അതുപോലത്തെ ആൾക്കാരെ കൊല്ലുന്നതാണ് ഞങ്ങളുടെ ജോലി എന്ന് അവര് പറയുന്നു. ഇതേ സമയത്ത് തന്നെ ദേഷ്യം വന്ന് ഇച്ചിഗോ പറയുകയാണ്, ഇതൊക്കെ കേട്ടിട്ട് വിശ്വസിക്കാൻ വേണ്ടി ഞാനൊരു മണ്ടനാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൊച്ചു പെൺകുട്ടി, ഇന്നത്തെ ഡ്രാമ ഇവിടെ വെച്ച് നിർത്ത്, ബാക്കി പരിപാടിയൊക്കെ നീ നിന്റെ വീട്ടിൽ പോയിട്ട് ചെയ്. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ ആ ലേഡിയായിട്ടുള്ള സോൾ റിപ്പറിന് വളരെയധികം ദേഷ്യം വരികയാണ്. എന്തോ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇച്ചിഗോയുടെ കൈ അങ്ങ് അനക്കാത്തതുപോലെ ആക്കുകയാണ്. ഇപ്പൊ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ സോൾ റിപ്പേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് മാജിക്കൽ സ്പെല്ലാണ്. ഇതേ സമയം തന്നെ ആ സോൾ റിപ്പർ ആണെങ്കിൽ അവരുടെ വാളിന്റെ പുറവശം യൂസ് ചെയ്തിട്ട് അവിടെ ഇന്നലെ ഇച്ചിഗോ കണ്ട ആ സോളിന്റെ നെറ്റിയുടെ അവിടോട്ട് കുത്തുന്നു. ഇതേ സമയം തന്നെ ആ സോൾ ആണെങ്കിൽ സോൾ സൊസൈറ്റിയിലേക്ക് പോകുന്നു. എന്താണ് അയാളെ ചെയ്തതെന്ന് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ സോൾ റിപ്പറിനോട് ചോദിക്കും. ഞങ്ങളാണെങ്കിൽ നല്ല സോൾസിനെയൊക്കെ സോൾ സൊസൈറ്റിയിലേക്ക് വിടും, ഞാൻ നിനക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം കാണിക്കുന്നു. ഈ ലോകത്ത് രണ്ട് തരത്തിലുള്ള സോൾസസ് ഉണ്ട്, ഒന്ന് ഗുഡ് സോൾസും അതുപോലെ തന്നെ ഒന്ന് ബാഡ് സോൾസും. ബാഡ് സോൾസിനെ ഹോളോസ് എന്നാണ് പറയുന്നത്. അവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ മരിച്ചുപോയ സോൾസിനെയും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയും ആക്രമിക്കുന്നതാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ അവരോട് പറയുകയാണ്, നിന്റെ പെയിന്റിങ് കാണാൻ വളരെയധികം വൃത്തികേടായിട്ടുണ്ടെന്ന്. എന്നാൽ ഇതൊക്കെ കേട്ട് അവർ ഓടി വന്നിട്ട് നമ്മുടെ ഇച്ചിഗോയുടെ മുഖത്ത് മീശ വരച്ചു വയ്ക്കുകയാണ്. ലേഡി പറയുകയാണ്, സോൾ റിപ്പേഴ്സിനൊക്കെ രണ്ട് ജോബുകളാണ് ഉള്ളത്. ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ ഗുഡ് സോൾസിനെയൊക്കെ ആണെങ്കിൽ സോൾ സൊസൈറ്റിയിലേക്ക് വിടുക. സെക്കൻഡ് ജോബ് എന്ന് പറയുന്നത് ഹോളോസിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യുക. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഇച്ചിഗോ സോൾ റിപ്പറിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടിയെ ആ ഹോളോ ഓടിച്ചത്? അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ സോൾ റിപ്പറിനും അറിയത്തില്ല. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ആ കുട്ടിയെ തിന്നാൻ വന്ന ഹോളോ ആണെങ്കിൽ മറ്റൊരു സ്പിരിറ്റിന്റെ സ്മെല്ല് കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ ഹോളോയ്ക്ക് മനസ്സിലാവുകയാണ് അവിടെ ഒരു സോൾ റിപ്പറും ഉണ്ട്. ഇതേ സമയത്ത് തന്നെ ഒരു സൗണ്ട് നമ്മുടെ ഇച്ചിഗോ കേൾക്കുകയാണ്. ആ ലേഡിയോട് അന്നേരം തന്നെ പറയുന്നു, നമ്മുടെ ലേഡിയാണെങ്കിൽ വളരെയധികം അലേർട്ടായിട്ടിരിക്കുന്നു. ലേഡിക്ക് മാത്രം സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ലേഡിക്ക് ഒരു കാര്യം മാത്രമേ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, ഒരു വളരെയധികം പവറായിട്ടുള്ള ഒരു സ്പിരിച്വൽ പവറാണ് ലേഡിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇച്ചിഗോയുടെ സിസ്റ്റർ അങ്ങോട്ട് എരിഞ്ഞു വരുന്നു. ചേട്ടാ, കരീന അപകടത്തിലാണെന്ന് ആ സിസ്റ്റർ അവിടുന്ന് പറയുന്നു. അത് കേട്ടുടനെ തന്നെ ആ സോൾ റിപ്പർ താരോട്ട് ഓടി പോവുകയാണ്. നോക്കുന്ന സമയത്ത് അവൾ പറഞ്ഞത് ശരിയാണ്. ആ സിസ്റ്ററിനെ പിടിച്ചുകൊണ്ട് ആ സോൾ റിപ്പർ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ സോൾ റിപ്പർ ആണെങ്കിൽ ഒരു ഫൈറ്റിന് വേണ്ടി റെഡിയാകുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ വളരെയധികം പേടിച്ച് താരോട്ട് എങ്ങനെയൊക്കെയോ വരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആ സോൾ റിപ്പറിന് വളരെയധികം അതിശയം വരികയാണ്. അവളുടെ സ്പെല്ലുണ്ടായിട്ട് പോലും അവന് താരോട്ട് വരാൻ സാധിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഇച്ചിഗോ ആ സ്പെൽ അങ്ങ് ബ്രേക്ക് ചെയ്യുകയാണ്. സ്പെല്ല് പൊട്ടിയ ഉടനെ തന്നെ ആ ഹോളോന്റെ അടുത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇച്ചിഗോ. എന്നാൽ ആ ഹോളോ ആണെങ്കിൽ വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഇച്ചിഗോനെ അടിച്ച് താരയിടുന്നു. എന്നാൽ അങ്ങോട്ട് വന്ന ആ സോൾ റിപ്പർ ആണെങ്കിൽ ആ ഹോളോയുടെ കൈ അങ്ങ് വെട്ടുകയാണ്. അവളുടെ കയ്യിൽ നിന്ന് നമ്മുടെ സിസ്റ്ററിനെ അങ്ങ് രക്ഷിക്കുകയാണ്. എന്നിട്ട് ആ ഹോളോ ആണെങ്കിൽ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. ഒരു കാരണവശാലും പേടിക്കണ്ട, നിന്റെ അനിയത്തിക്ക് ഒരു കുഴപ്പമില്ല. ആ ഹോളോ ആണെങ്കിൽ ഒരു ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സ്പിരിറ്റ് എനർജിയുടെ പുറകിലാണെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോഴാണ് നമ്മുടെ സോൾ റിപ്പറിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇച്ചിഗോയുടെ ദേഹത്താണ് ആ ഹയർ കോൺസെൻട്രേഷൻ സ്പിരിറ്റ് എനർജി. ഇവന്റെ പുറകെയാണ് ആ ഹോളോ എന്ന് നമ്മുടെ സോൾ റിപ്പറിന് മനസ്സിലാകുന്നു. ഇവന്റെ ആ എനർജി കാരണമാണ് എനിക്ക് ഈ ഹോളോ വന്ന കാര്യം മനസ്സിലാകുകയും ആ പെൺകുട്ടി തമ്മിൽ കോണ്ടാക്റ്റിലായതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോ അങ്ങ് ഞെട്ടി പോവുകയാണ്. സമയത്ത് തന്നെ ആ ഹോളോ തിരിച്ചു വരികയാണ്. ആ സോൾ റിപ്പർ ആണെങ്കിൽ അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇച്ചിഗോ ചോദിക്കുകയാണ്, എന്റെ അനിയത്തിമാര് ഡേഞ്ചറിലാവാൻ കാരണം ഞാനാണ്, എന്റെ തെറ്റാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ ഹോളോന്റെ നടുക്ക് പോയി നിൽക്കുന്നു. നിനക്ക് എന്റെ സോളല്ലേ ആവശ്യം, അതുകൊണ്ട് തന്നെ നീ അതങ്ങ് വന്നങ്ങ് എടുത്തോ. ആ ഹോളോ കേട്ട ഉടനെ തന്നെ നമ്മുടെ ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ സോൾ റിപ്പർ ആണെങ്കിൽ ഓടി വന്നിട്ട് നമ്മുടെ ഇച്ചിഗോനെ അങ്ങ് രക്ഷിക്കുകയാണ്. ആ സോൾ റിപ്പറിന് ഒരുപാടധികം മുറിവുകൾ ഉണ്ടാകുകയാണ്. ആ സോൾ റിപ്പർ താരെ വീഴുകയാണ്. എടാ മണ്ട, നീ നിന്റെ സോള് കൊടുത്തെന്ന് പറഞ്ഞാലും ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. നിനക്ക് നിന്റെ ഫാമിലിയെ രക്ഷിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അതെന്താ എന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്നു. ഇതേ സമയം തന്നെ ആ സോൾ റിപ്പർ പറയുകയാണ്, നീ ഒരു സോൾ റിപ്പർ ആവണം. അതിനുവേണ്ടി ഞാൻ എന്റെ വാളാണെങ്കിൽ നിന്റെ നെഞ്ചിൽ അവിടെ വെക്കാം. അങ്ങനെ എന്റെ കുറച്ച് പവർ ഞാൻ നിനക്ക് വേണ്ടി തരാം. അങ്ങനെ നിനക്കൊരു സോൾ റിപ്പർ ആവാൻ സാധിക്കും. നിനക്ക് സമ്മതമാണോ എന്ന് ആ സോൾ റിപ്പർ ചോദിക്കുന്നു. അവന്റെ ഫാമിലിയെ രക്ഷിക്കണം, അവന്റെ അനിയത്തിമാരെയൊക്കെ രക്ഷിക്കണം എന്നുള്ള ഒരു കാരണത്താൽ
അവൻ അതിനുവേണ്ടി സമ്മതിക്കുന്നു. സോൾ എനിക്ക് താ സോൾ റിപ്പർ എന്ന് അവളോട് അവൻ പറയുന്നു. എന്റെ പേര് സോൾ റിപ്പർ എന്നല്ല, റൂക്കിയ കോച്ചിക്കി. പിന്നെ എന്റെ പേര് ഇച്ചിഗോ കുറോസാക്കി. പിന്നീട് കാണിക്കുന്നത് അവിടെ എന്തോ വെളിച്ചമുള്ളത് പോലാണ്, നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മളൊന്നുകൂടെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്താണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഫൈനലി ഒരു സോൾ റിപ്പർ ആയിരിക്കുന്നു. ആയുടനെ തന്നെ ആ ഹോളോന്റെ കൈ അങ്ങ് വളരെയധികം സ്പീഡിൽ അങ്ങ് മുറിച്ച് കളയുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ റൂക്കിയയ്ക്ക് മനസ്സിലാകുന്നില്ല. അവൾ വിചാരിച്ചത് അവളുടെ കയ്യിലുള്ള സ്പിരിറ്റ് എനർജി പകുതി കൊടുക്കാനാണ്. പക്ഷെ അവളുടെ മൊത്തം പവറും ഇവനങ്ങ് വലിച്ചെടുത്തു. സത്യം പറഞ്ഞ ഇവൻ ആരായിരിക്കും? ഞാൻ ഇതിനു മുമ്പ് ഇത്രയും വലിയ സോഡുള്ള ഒരു സോൾ റിപ്പറിനെ കണ്ടിട്ടില്ല. നമ്മുടെ റൂക്കിയ മനസ്സിൽ ചിന്തിക്കുന്നു. എന്റെ ഫാമിലി ഇല്ലാതാക്കാൻ നോക്കിയ ഹോളോ, നിന്നെ ഞാൻ ഉറപ്പായിട്ട് കൊല്ലുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഇച്ചിഗോ അവനെ 2 കഷ്ണമാക്കുന്നു. അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഈ എപ്പിസോഡിന്റെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ബാക്കി എപ്പിസോഡ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഒരു 50 തരാൻ ശ്രമിക്കുക. 50 തരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ സീരീസ് ചെയ്യുന്നത് തുടരുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.